ഹായ് ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ പ്രോബ്ലം ഇതായിരുന്നു: ലെറ്റ് എ ആൻഡ് ബി ബി ബൗണ്ടഡ് നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ആർ. ബൗണ്ടഡ് നോൺ എംപ്റ്റി സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ബൗണ്ടഡ് ആണ്, സെറ്റ് ബൗണ്ടഡ് ആണ്. സെറ്റ് ബൗണ്ടഡ് ആണെങ്കിൽ അവിടെ സുപ്രീമോ ഉണ്ടാവും, ഇൻഫീമോ ഉണ്ടാവും, അല്ലേ? ആൻഡ് ലെറ്റ് എ പ്ലസ് ബി എന്ന ഒരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. സ്മോൾ ലെറ്റർ എ പ്ലസ് ബി, എ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ എ ആൻഡ് ബി ബിലോങ്സ് ടു ബി. Then prove that supremum of a plus b is equal to supremum of a plus supremum of b. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു എലമെൻറ്റ് എപ്പോഴാണ് സുപ്രീമം എന്ന് പറയാം? അതിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇപ്പോൾ യു എന്നത് സുപ്രീമം ഓഫ് എ ആണെങ്കിൽ, എയുടെ സുപ്രീമം ആണെങ്കിൽ രണ്ട് കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? യു എന്നതൊരു അപ്പർ ബൗണ്ട് ആവണം. ആരുടെ? അപ്പർ ബൗണ്ട് ഓഫ് എ, എയുടെ അപ്പർ ബൗണ്ട് ആവണം. കാരണം എയിലെല്ലാ എലമെൻ്റ് എടുത്താലും യുവിനേക്കാളും ചെറുതാവണം, അതാണ് അപ്പർ ബൗണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാവണം. അതായത് വി എന്നത് ഏതെങ്കിലും ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ എനി അപ്പർ ബൗണ്ട് ഓഫ് എ, ദെൻ യു ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ആവണം. കാരണം യു ആവണം ചെറുത്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നാണല്ലോ നമ്മുടെ സുപ്രീമത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ. അപ്പം ഒരു എലമെൻറ്റ് സുപ്രീമം ആവണമെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്ന്, ആ എലമെൻറ്റ് ആ സെറ്റിൻ്റെ അപ്പർ ബൗണ്ട് ആവണം. രണ്ടാമത്തത്, അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതും ആവണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ എന്നതും ബി എന്നതും രണ്ട് നോൺ എംപ്റ്റി ബൗണ്ടഡ് സബ്സെറ്റാണ്. അപ്പോൾ എക്കും ബിക്കും എന്തുണ്ടാവും? സുപ്രീമം ഉണ്ടാവും, ഉണ്ടാവില്ലേ? അപ്പോൾ ആ സുപ്രീമത്തെ ഞാൻ u1 എന്നും u2 എന്നും വിളിച്ചു. ലെറ്റ് u1 ഈക്വൽ ടു സുപ്രീമം ഓഫ് എ, u2 എന്താ? സുപ്രീമം ഓഫ് ബി ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സുപ്രീമം ഓഫ് എ പ്ലസ് ബി എന്നത് സുപ്രീമം ഓഫ് എ പ്ലസ് സുപ്രീമം ഓഫ് ബി എന്നാണ്. അതായത് സുപ്രീമം ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഏതാ? u1 പ്ലസ് സുപ്രീമം ഓഫ് ബി എന്ന് പറഞ്ഞാൽ u2 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സുപ്രീമം ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു u1 പ്ലസ് u2. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിരിക്കും പ്രൂവ് ചെയ്യേണ്ടത്? രണ്ട് കണ്ടീഷൻ വേണ്ടേ? എന്തേ രണ്ട് കണ്ടീഷന്? u1 പ്ലസ് u2 എന്നത് ആരുടെ അപ്പർ ബൗണ്ട് ആവണം? എ പ്ലസ് ബി എന്ന ഈ സെറ്റിൻ്റെ അപ്പർ ബൗണ്ട് ആവണം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? u1 പ്ലസ് u2 ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ പ്ലസ് ബി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പ്രൂവ് ചെയ്യാം? എ പ്ലസ് ബിയുടെ അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാവണം നമ്മുടെ u1 പ്ലസ് u2. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സുപ്രീമം ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു u1 പ്ലസ് u2 എന്ന് പറയാം. അതായത് വി എന്നത് ഏതോ ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ ആ വിയും u1 പ്ലസ് u2 തമ്മിലെ റിലേഷൻ എങ്ങനെയാവണം? u1 പ്ലസ് u2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? u1 പ്ലസ് u2 എന്നത് അപ്പർ ബൗണ്ട് ഓഫ് എ പ്ലസ് ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സുപ്രീമം ഓഫ് എ എന്നത് നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? u1 ആണെടുത്തു. ഇതിൻ്റെ അർത്ഥം എന്താ? സുപ്രീമം ഓഫ് എ എന്നത് u1 ആണെങ്കിൽ നമുക്ക് പറയാം, ഇതാണിപ്പോൾ സുപ്രീമം എന്ന് വിചാരിക്കുക. ഇവിടെയാണ് അപ്പർ ബൗണ്ടുകൾ ഉണ്ടാവുക. അപ്പർ ബൗണ്ടുകളുടെ കളക്ഷൻ അതായിരിക്കും. അപ്പോൾ സുപ്രീമം ഓഫ് എ ഈക്വൽ ടു u1 ആണ് എന്ന് പറയണമെങ്കിൽ എയിലെ എല്ലാ എലമെൻറ്റുകളും u1-നേക്കാളും ചെറുതാവും, ശരിയല്ലേ? അപ്പോൾ സപ്പോസ് എ എന്നത് ഞാൻ ക്യാപിറ്റൽ എയിൽ നിന്ന് എടുത്തു. എയും u1-ഉം തമ്മിലെ റിലേഷൻ എങ്ങനെയാവണം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു u1 എന്ന് വരണം. ഓക്കെ, അതേപോലെ തന്നെ സുപ്രീമം ഓഫ് ബി എന്നത് എന്താ? സുപ്രീമം ഓഫ് ബി എന്നത് u2 ആണ്. അതിൻ്റെ അർത്ഥം ബി എന്ന സെറ്റിൻ്റെ സുപ്രീമമാണ് എന്ത്? u2 എന്നത്. u2 ഇവിടെയൊക്കെ അപ്പർ ബൗണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ ബിയിലെ എല്ലാ എലമെൻറ്റുകളും u2-നേക്കാളും ചെറുതാവും, ശരിയല്ലേ? സപ്പോസ് ബി എന്നത് ഞാൻ ക്യാപിറ്റൽ ബിയിൽ നിന്ന് എടുത്തു. അപ്പോൾ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടും? u2 എന്ന് കിട്ടും.
സോ നമുക്ക് കിട്ടി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു u1 എന്നും ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു u2 എന്നും കിട്ടി. ഇതിൽ നിന്നും നമുക്ക് പറയാം എ പ്ലസ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു u1 പ്ലസ് u2 എന്ന് പറയാം. ഈ എ പ്ലസ് ബി എന്ന എലമെൻറ്റ് എവിടെ ഉള്ളതാണ്? ഫോർ ഓൾ എ പ്ലസ് ബി ബിലോങ്സ് ടു എവിടെ ഉള്ളതാ? എ എന്നത് ക്യാപിറ്റൽ എയിലും ബി എന്നത് എവിടെ ഉള്ളതാണ്? ക്യാപിറ്റൽ ബിയിലുള്ളതാണ്. ഫോർ ഓൾ എ പ്ലസ് ബി ബിലോങ്സ് ടു എ പ്ലസ് ബി. അതിൻ്റെ അർത്ഥം എ പ്ലസ് ബി എന്ന ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ എ പ്ലസ് ബി. എ പ്ലസ് ബിയിലെ എല്ലാ എലമെൻറ്റുകളും u1 പ്ലസ് u2നേക്കാളും ചെറുതാണ്. അതായത് ഇവിടെയാണ് നമ്മുടെ u1 പ്ലസ് u2 വരിക. u1 പ്ലസ് u2നേക്കാളും ചെറുതാണ്. അതിൻ്റെ അർത്ഥം എന്താ? u1 പ്ലസ് u2 ഈസ് ആൻ upper bound of a plus b, which implies u1 plus u2 is an upper bound of a plus b. ഓക്കെ, അപ്പോൾ നമ്മുടെ സുപ്രീമത്തിൻ്റെ ഒന്നാമത്തെ കണ്ടീഷനായി ഈ u1 പ്ലസ് u2 എന്നതൊരു അപ്പർ ബൗണ്ടായി. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? u1 പ്ലസ് u2 എന്നത് അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാവണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാം സുപ്രീമം ഓഫ് എ എന്നത് u1 ആണെന്നറിയാം. അതായത് നമ്മുടെ സെറ്റ് എ എന്നത് ഇതാണെന്ന് വിചാരിച്ചോളൂ, u1 ഇതാണ്. അപ്പോൾ u1 എന്നത് ഒരു അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് ഇനി u1നേക്കാളും ചെറിയ ഒരു എലമെൻറ്റിന് അപ്പർ ബൗണ്ട് ആവാൻ കഴിയില്ല, എയുടെ അപ്പർ ബൗണ്ട് ആവാൻ കഴിയില്ല. സപ്പോസ് u1 മൈനസ് എപ്സിലോൺ, u1 മൈനസ് എപ്സിലോൺ എന്നത് u1നേക്കാളും ചെറുതല്ലേ? അതെ, ഇവിടെയാണെന്ന് വിചാരിച്ചോളൂ, u1 മൈനസ് എപ്സിലോൺ. അപ്പോൾ u1 മൈനസ് എപ്സിലോണിന് എയുടെ അപ്പർ ബൗണ്ട് ആവാൻ കഴിയുമോ? ഇല്ല, കാരണം u1 എന്നതിനേക്കാളും ചെറുതാണ് നമ്മുടെ എലമെൻറ്റ്. അപ്പോൾ u1 മൈനസ് എപ്സിലോണിന് എന്താവാൻ പറ്റില്ല? u1 മൈനസ് എപ്സിലോൺ cannot be an upper bound of എ. അപ്പോൾ നമ്മളൊരു ലെമ്മ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ u1ൻ്റെയും u1 മൈനസ് എപ്സിലോൻ്റെയും ഇടയിലായിട്ട് നമുക്ക് എയിലെ ഒരു എലമെൻ്റ് ഉണ്ടാവുമെന്ന്. ഓക്കെ, ഇതൊക്കെ ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ആ എയിലെ എലമെൻറ്റിനെ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ u1ൻ്റെയും u1 മൈനസ് എപ്സിലോൻ്റെയും ഇടയിൽ എയിലെ ഒരു എലമെൻറ്റ് കാണാൻ കഴിയും. അതിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. സോ there exists an element x belongs to a such that ആ എക്സ് എങ്ങനെ ഉണ്ടാവാം? u1 മൈനസ് എപ്സിലോണിൻ്റെയും അതേപോലെ u1ൻ്റെയും ഇടയിലായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇംപ്ലൈസ്, ഇതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഈ ഒരു ഇനീക്വാലിറ്റി മാത്രം മതി. സോ എക്സ് ലെസ് ദാൻ u1, ഇതിനെ നമ്മൾ 1 എന്ന് വിളിച്ചു. അതേപോലെ തന്നെ ഈ ബിയുടെ കാര്യം നോക്കുകയാണെങ്കിലോ, സുപ്രീമം ഓഫ് ബി എന്നത് എന്തായിരുന്നു? u2 ആണ്. u2, അപ്പോൾ സുപ്രീമം ഓഫ് ബി എന്നത് u2 ആണ്. അപ്പോൾ u2 മൈനസ് എപ്സിലോണിന് എന്താവാൻ കഴിയില്ല? ബിയുടെ ഒരു അപ്പർ ബൗണ്ട് ആവാൻ കഴിയില്ല. u2 മൈനസ് എപ്സിലോൺ cannot be an upper bound of ആരുടെ? ബി, അപ്പർ ബൗണ്ട് ഓഫ് ബി. സോ there exists an element y belongs to b. y എവിടെയാണ്? u2 മൈനസ് എപ്സിലോണിൻ്റെയും u2ൻ്റെയും ഇടയിലായിട്ട് നമുക്ക് ഒരു എലമെൻറ്റ്, ബിയിലെ ഒരു എലമെൻറ്റ് കാണാൻ കഴിയും. അതിനെ ഞാൻ y എന്ന് വിളിച്ചു. then there exists an element y belongs to b such that അത് ആരുടെ ഇടയിലാണ്? u2 മൈനസ് എപ്സിലോണിൻ്റെയും u2യുടെയും ഇടയിലായിട്ട്. that is y is less than u2. this is number 2. ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? സോറി, ഇവിടെ y ലെസ് ദാൻ u2 എന്നല്ല, നമുക്ക് എന്തെഴുതാം? u2 മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ y. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷന്. ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? ഒന്നാമത്തെ ഇക്വേഷനും അതേപോലെ തന്നെ ഇവിടെ u1 മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എക്സ് എന്നാണ് വേണ്ടത് കേട്ടോ, ഇതല്ല വേണ്ടത്.
നമുക്ക് ഈ ഒരു ഇനീക്വാലിറ്റിയാണ് വേണ്ടത്. അപ്പോൾ u1 മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എന്നത് 1ഉം കിട്ടി. അതേപോലെ തന്നെ u2 മൈനസ് എപ്സിലോൺ ലെസ് ദാൻ y എന്നത് 2ഉം കിട്ടി. ഓക്കെ, ഒന്നാമത്തേത് എന്തായിരുന്നു? u1 മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എക്സ് ഒന്നാമത്തത്. രണ്ടാമത്തത് u2 മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ y. ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ എന്താ വരിക? u1 മൈനസ് എപ്സിലോൺ പ്ലസ് u2 മൈനസ് എപ്സിലോൺ 2 അത് ആദ്യം LHS നമ്മൾ ആഡ് ചെയ്തു ലെസ് ദാൻ എക്സ് പ്ലസ് വൈ എന്ന് വരും. ശരിയല്ലേ? അതായത് u1 പ്ലസ് u2 മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ 2 എപ്സിലോൺ ഈസ് ലെസ് ദാൻ എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇനി എക്സ് പ്ലസ് വൈ എവിടെ ഉള്ളതാണ്? എക്സ് പ്ലസ് വൈ എവിടെ ഉള്ളതാണ്? എക്സ് എന്നത് എയിലും വൈ എന്നത് ബിയിലുള്ളതാണ്. അപ്പോൾ ഈ എക്സ് പ്ലസ് വൈ എന്ന എലമെൻറ്റ് എവിടെ ഉള്ളതാണ്? എ പ്ലസ് ബിയിലുള്ള എലമെൻറ്റാണ്. എ പ്ലസ് ബിയുടെ ഒരു അപ്പർ ബൗണ്ട് ആയിട്ടാണ് ഞാൻ ആരെടുത്തിട്ടുള്ളത്? വീനെ എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പം ഇവിടെ നമുക്ക് എന്ത് എഴുതാം? അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് എ പ്ലസ് ബിയിലെ എല്ലാ എലമെൻറ്റുകളും വീനേക്കാളും ചെറുതാവുമല്ലോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നമുക്ക് ഒരു ഇക്വേഷനായിട്ട് എങ്ങനെ കൊടുക്കാം? u1 പ്ലസ് u2 മൈനസ് 2 എപ്സിലോൺ ഈസ് ലെസ് ദാൻ വി എന്ന് കൊടുക്കാം അല്ലേ? അപ്പം therefore u1 പ്ലസ് u2 മൈനസ് 2 എപ്സിലോൺ ഈസ് ലെസ് ദാൻ വി എന്നായി. ഇതിൽ നിന്നും u1 പ്ലസ് u2 ഈസ് ലെസ് ദാൻ വി പ്ലസ് 2 എപ്സിലോൺ ആയില്ലേ? ഇവിടെ എങ്ങനെ സ്ട്രിക്റ്റ്ലി ലെസ് ദാൻ വന്നു? നോക്കൂ, ഇവിടെ സ്ട്രിക്റ്റ്ലി ലെസ് ദാനാണ്. ഇവിടെ ഈക്വൽ ടു ആണെങ്കിൽ പോലും ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? സ്ട്രിക്റ്റ്ലി ലെസ് ദാനാണ്. അതുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്ത് സ്ട്രിക്റ്റ്ലി ലെസ് ദാൻ ആക്കിയത്. അപ്പോൾ u1 പ്ലസ് u2 ഈസ് ലെസ് ദാൻ വി പ്ലസ് 2 എപ്സിലോൺ എന്ന് വരും. എപ്സിലോൺ ആർബിട്രറി അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? u1 പ്ലസ് u2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എന്നാവും, സിൻസ് എപ്സിലോൺ ഈസ് ആർബിട്രറി. അപ്പോൾ നോക്കൂ, വി എന്നത് എന്തായിരുന്നു? വി ഈസ് എനി അപ്പർ ബൗണ്ട് ഓഫ് എ പ്ലസ് ബി. അപ്പോൾ വി ഈസ് എനി അപ്പർ ബൗണ്ട് ഓഫ് എ പ്ലസ് ബി ആണ്. കൂടാതെ u1 പ്ലസ് u2 എന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ആണ്. അപ്പോൾ u1 പ്ലസ് u2 എന്നത് ഒരു അപ്പർ ബൗണ്ടാണെന്നും കിട്ടി, അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാണെന്നും കിട്ടി. therefore supremum of a plus b is equal to supremum of a plus this is equal to എന്താണ് കിട്ടി? u1 പ്ലസ് u2. u1 എന്തായിരുന്നു? സുപ്രീമം ഓഫ് എ ആണ്. u2 എന്താ? സുപ്രീമം ഓഫ് ബി യു ആണ്. സോ സുപ്രീമം ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എ പ്ലസ് സുപ്രീമം ഓഫ് ബി. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? സുപ്രീമം ഓഫ് എനെ u1 എന്നും സുപ്രീമം ഓഫ് ബിനെ u2 എന്നും എടുത്തു. അപ്പോൾ ആദ്യം നമ്മൾ u1 പ്ലസ് u2 എ പ്ലസ് ബിയുടെ ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് പറഞ്ഞു. കൂടാതെ ഒരു വി എന്ന വേറൊരു അപ്പർ ബൗണ്ട് എടുത്തു. ആ അപ്പർ ബൗണ്ടും നമ്മുടെ u1 പ്ലസ് u2 എന്നതും നോക്കുമ്പം ലീസ്റ്റാണ്. u1 പ്ലസ് u2 എന്നത് ലീസ്റ്റാണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ലീസ്റ്റ് അപ്പർ ബൗണ്ടായി. സോ u1 പ്ലസ് u2 എന്നത് സുപ്രീമം ഓഫ് എ പ്ലസ് ബി എന്ന് വന്നു. ഓക്കെ.